ഹേയ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വണ്ടി ലവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അല്ലേ. ചിലവർക്ക് കാറിനോടാണ് ക്രേസെങ്കിൽ ചിലവർക്ക് ബൈക്കിനോടായിരിക്കും, ചിലവർക്ക് ബസ്സിനോടായിരിക്കും, ഈവൻ JCB-നോട് വരെ ക്രേസുള്ള ആൾക്കാരുണ്ട് അല്ലേ. എൻ്റെ സെന്നൂട്ടനുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈസൂർ ബംഗളൂരു ഹൈവേയിൽ കാണുന്ന ഒരു പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെ വീഡിയോസാണ്. ബംഗളൂരു മൈസൂർ ഹൈവേ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു വലിയ കാർ ടയറിൻ്റെ സിലൗറ്റിനോട് സാമ്യമുള്ള ഈ ബിൽഡിങ്. അതാണ് ഈ പയാന വിൻറ്റേജ് കാർ മ്യൂസിയം എന്ന് പറയുന്നത്. ഇവിടെ കാറുകൾ മാത്രമല്ല മറ്റു തരത്തിലുള്ള വണ്ടികളും ഉണ്ട്. അതായത് 2 വീലർ ഉണ്ട്, അതുപോലെ തന്നെ ലോറികളുണ്ട്. ഒരുപാട് വ്യത്യസ്ത തരത്തിൽ പണ്ട് കാലം മുതൽക്കുള്ള മോഡലുകൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസുമാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയാണ്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അതിൻ്റെ ചരിത്രം കൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കേന്ദ്രമാണ് ഈ വിൻറ്റേജ് കാർ മ്യൂസിയം. ഈ കാണുന്നത് ടയറിൻ്റെ രൂപകൽപ്പനയിലുണ്ടായ മാറ്റത്തിൻ്റെ ഒരു ചരിത്രമാണ് കേട്ടോ. അതാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടികളിലുണ്ടായ മാറ്റങ്ങളും മഹാത്മാഗാന്ധി അതുപോലെ മൈസൂർ മഹാരാജാവ് തുടങ്ങിയ പ്രമുഖർ ഉപയോഗിച്ച വാഹനങ്ങളുടെ മോഡലുകളും എഞ്ചിൻ്റെ സവിശേഷതകളും ഒക്കെ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
23 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിൽ 1925 മുതൽ പുതിയ മോഡലുകൾ വരെയുള്ള വിൻറ്റേജ് കാറുകളിൽ ഉൾപ്പെടുന്ന ഒരു 69 വാഹനങ്ങൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വണ്ടിപ്രേമികൾക്ക് ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു പയാന വിൻറ്റേജ് കാർ മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത വീഡിയോയിലിടാം. വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്